ഇതങ്ങ് വലിയെന്തിനേട്ടാ? എനിക്ക് നക്കി നക്കിയിരിക്കാൻ വയ്യ. ഒഴിച്ച വിഴുകണം. മതി വിഴുങ്ങിയത്. വീട്ടിൽ പോ നോക്ക്. ഞാൻ പോണില്ല. എന്ത് നീ കുടിച്ചു എന്ന് വെച്ചാൽ നിന്റെ തന്തെ പോലെ നാരയൊന്നും ആവില്ല. ചന്ദ്രനോട് പറഞ്ഞ് മനസ്സിലായോ? ചന്ദ്ര, നീ ആളൊരു ഭാഗ്യവാനാടാ. എനിക്ക് ഭാഗ്യത്തിന് ഒരു കുറവുമില്ല. അന്തസ്സായി പണിയെടുക്കുന്നുണ്ട്. ഇപ്പൊ വീട് നന്നാക്കി കരണ്ടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുമ്മായം തേക്കണം, ശിവൻ ഇടണം. പിന്നെ എന്താ എന്താ സാവകാശം മതിയിടാ. അവൾക്ക് 10-18 വയസ്സല്ലേ ആയിട്ടുള്ളൂ. എന്നാലും എത്ര കാലം എന്തിനേട്ടാ ഞാനീ കോഴിക്ക് മുല കൊണ്ടതും കാത്തിരിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ എന്താ മൂക്കി പല്ല് പൊളച്ചിട്ടോ? അതെ, ഇന്ന് ശിവരാത്രി ആക്കുന്ന പരിപാടി. ശിവരാത്രിക്ക് ശിവരാത്രി, നവരാത്രിക്ക് നവരാത്രി. അത് കളാ. വെറുതെ ഇരുന്ന് ചെക്കനെ വിളിച്ച് കള്ളും കൊടുത്ത് മതി. ദേ, ഇനി എനിക്ക് ദേഷ്യം വരും കേട്ടോ. നിർത്തി, ഇത് ലാസ്റ്റാണ്. വലി. പേടിച്ചൊന്നുമില്ല. ഏയ്, അത് മുഖം കണ്ടാലറിയാം. ഇന്ന് അമ്മാവനെന്തേ? അമ്മാവൻ ചിലപ്പോ ഉണ്ടാവില്ല. നീയോ? ഇവിടെ പണി കഴിയാറായല്ലോ. ഇനി ഞങ്ങള് പിള്ളേർക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ. അത് കഴിഞ്ഞാ നിങ്ങളെങ്ങനെ കാണുക? ഇവിടുത്തെ പണി കഴിഞ്ഞാലും ഞാൻ ഈ നാട്ടിലൊക്കെ ഉണ്ട്. ഞാൻ വരും. വെറുതെ. സത്യമായിട്ടും വരും. കുട്ടിയെ കാണാതെ ഇപ്പൊ എനിക്കൊരു സുഖമില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ വഴി വരും. എന്നെ മറക്കും. മറക്കേ? മറന്ന എനിക്കല്ലേ നഷ്ടം. ഈ കണ്ണും ചിരിയും പാട്ടും ഇതൊന്നും ഞാൻ നഷ്ടപ്പെടുത്തില്ല. പോട്ടെ, ആരെങ്കിലും കാണും. കാണട്ടെ, എല്ലാരും അറിയട്ടെ. അത് സമയമാകുമ്പോ പോരെ. രാധ എങ്ങടാ? അമ്മായി ഒന്ന് കാണണം. അമ്മായിയെ കാണാനോ? അല്ലെങ്കിൽ ഞാൻ വെറുതെ ചോദിച്ചല്ലേ? വെറുതെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞത് വിശ്വാസമായിട്ടില്ല. ചന്ദ്രേട്ടൻ തന്ന ചില സാധനങ്ങൾ അമ്മായിക്ക് കൊടുക്കാനാ. പോയിക്കോ, ആൾക്കാർ വരണുണ്ട്. വൈകുന്നേരം നേരത്തെ വരണം. നീ പാലത്തിന്റെ അടുത്ത് കാത്തുവെക്കോ. നേരം വൈകുന്ന തോന്നുന്നു. വേഗം നടക്ക്. എന്താണെന്ന് പരിങ്ങളെ? ഏയ്, ഒരു പാമ്പ്. പാമ്പോ? എവിടെ? സാരമില്ല, പോരെ. കടിക്കില്ല. പല്ല് പോയതാ. പല്ല് പോയത് നന്നായി. ഇപ്പൊ വാലോട് കിട്ടു. സൂക്ഷിക്കണേ. നീ പേടിക്കണ്ട, പോരെ. ഞാനില്ലേ കൂടെ. നീ വീണ താഴെ പോട്ടോ. ആ ഉദ്ബന്ധനത്തിൽ കാണണം. ഇതെല്ലാവരും ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? കാണണമെങ്കിൽ കാണട്ടെ. രാധയ്ക്ക് പേടിയില്ലേ? പേടിച്ചിട്ട് എന്താ കാര്യം? ദിവാരായിട്ട് കാണുന്ന പോലൊന്നുമല്ല. മറുപ്പത്തിലുണ്ടെങ്കിലും ഞാൻ എന്ന് കരഞ്ഞാൽ തീർന്നു. പാവാ. രാധയുടെ കാര്യത്തിൽ ഓക്കെ, പക്ഷെ എന്റെ അടുത്തോ? ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ കാര്യമല്ലേ. സ്നേഹിക്കണമെന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ പറ്റുമോ? സ്നേഹം നമ്മൾ അറിയാണ്ടുണ്ടായി പോണതാ. ഒന്നും മനഃപൂർവ്വമല്ല. എടി, ആശാരിമാരുണ്ടായിരുന്നപ്പോ ഒരു രസമായിരുന്നു ഇല്ല ഉപ്പച്ചി? രസം. നീ കറിക്ക് എന്തൊക്കെയാ നോക്ക്. ചന്ദ്രേട്ടൻ ഉണ്ണാൻ വരുമ്പോ കൂടെ 1-2 പേരുണ്ടാവും. എന്തുണ്ടാക്കാനാ? അമ്മേ, അമ്മേ വാ, ഒരു സൂത്രം കെടുത്തരാം. എന്താ മോളെ? വരൂന്നേ. രാത്രിയും വാ. എനിക്ക് കണ്ട നിന്റെ സൂത്രം. ഇപ്പൊ കെടുത്തരാട്ടോ. കണ്ടോ?
മതി, എനിക്കൊരു തലവേദന. ഒന്ന് കിടക്കട്ടെ. ഇനിയും കൊറേ ഉണ്ടമ്മേ. ഇറങ്ങി പോടി അവിടുന്ന്. തള്ളേ, പാരത്തള്ളേ. ഈ തള്ളയുടെ ചെവി പൊട്ടിപ്പോയോ? പാരത്തള്ളേ. പത്നിയോ? ഇത് വലിയ അതിശയായി പോയല്ലോ. അമ്മ എങ്ങനെയൊക്കെയാ വിളിക്കണേ? പിന്നെ ഈ തള്ളേനെന്താ തമ്പുരാട്ടിന്ന് ഈ വിളിക്കണം? കൊച്ചോടെ നിൽക്കണ്ട്. എന്നെ കൂടെ പറയിക്കണ്ട. കണ്ണടാനെ വരെയല്ലേ വിളിക്കുള്ളൂ. അതിന് ഇനി വലിയ താമസമില്ല. അപ്പൊ ഡെയിലി കണ്ണടക്കാണ്ട് ഉറങ്ങണേ. വെട്ടിത്തിളപ്പിച്ച് കുടിക്കേ. മാസത്തിൽ ഒരു ആടുതല വിഴുങ്ങില്ലെങ്കിൽ നടുവ് പൊങ്ങില്ലാന്ന് സൂത്ര. ചേട്ടത്തിനും പറയണ്ട, മാറി. സൂത്രാടാ. വെറുതെ ആണോ നിന്റെ തല കണ്ടപ്പോഴും തന്താണ് തല കുറച്ചത്? പാമ്പക്കാല്. എന്തിനാടാ വെറുതെ? ഇതൊക്കെ ഒരു രസമാ. പത്നിച്ചിരിക്കെ, ഞാൻ ആ കുളത്തിലൊന്ന് മുങ്ങിട്ടു. എനിക്ക് ഉടനെ പോണം. ഞാൻ എന്തിനു വന്നെന്നറിയോ? പെരപണി ഉടനെ തുടങ്ങുന്നുണ്ടാവും. അതെ, അതിനു മുൻപ് ഒരു കടമയും കൂടി തീർത്തു വിടണമെന്നാ ചന്ദ്രേട്ടന്. എന്നാലേ എനിക്ക് സമാധാനം ആവുള്ളൂ. രാധയുടെ കല്യാണം. അതിന് അവക്കൊരു 10-21 വയസ്സായിട്ട് മതിയെന്നാണല്ലോ പത്നിയേച്ചി പറഞ്ഞിരുന്നത്. അതെ, പക്ഷേ ഞാൻ ആലോചിച്ചപ്പോ ചന്ദ്രേട്ടനുള്ളതുകൊണ്ട് എനിക്കൊരു കൂട്ടിന് ആവശ്യമില്ല. നിന്റെ വയസ്സ് കൂടുതല്ലേ? നിന്റെ അമ്മ അതന്നെ പറയണേ. അമ്മ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അതല്ല, അവർക്കും ഇല്ലേടെ ആഗ്രഹങ്ങള്. നിന്റെ ഒരു കുട്ടി എടുക്കണമെന്നും കൊഞ്ചിക്കണമെന്നൊക്കെ. പെട്ടെന്നോ? വേറൊന്നും പറയണ്ട. വീട് നന്നാക്കണമെങ്കിലോ കല്യാണ ചെലവിനോ അവൾക്ക് വേണ്ട സ്വർണ്ണ തുണിയോ ഒക്കെ ഞാൻ നോക്കിക്കോളാം. അവൾക്ക് എത്ര കൊടുത്താലും നിന്റെ കടം തീരില്ല. എനിക്ക് ഈ ലോകത്ത് ബന്ധമെന്ന് പറയാൻ ഒരേട്ടം മാത്രമേ ഉള്ളൂ. അവരൊന്നും തിരിഞ്ഞു നോക്കാറോടില്ല. രാധ എന്റെ സ്വന്തം അനിയത്തിക്കുട്ടി തന്നെയാ. കൊടുക്കുന്നതിലൊന്നും എനിക്ക് വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ആലോചന. പെട്ടെന്നുള്ള ആലോചനയൊന്നല്ലല്ലോ. പണ്ടേ അവൻ കെട്ടാനിരുന്ന പെണ്ണ് തന്നെയല്ലേ? അതെ, എന്നാലും പെരപണിയാണെങ്കിൽ തുടങ്ങാൻ പോണു. അതിനിടയില് അവളിവിടെ ഇല്ലാണ്ടായാല്. അവളല്ലല്ലോ പെരപണിയണത്. അടുക്കളപ്പണിക്ക് ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആരെ? ആരായാലും എന്താ, പണിക്ക് ആളുണ്ടായ പോരെ? വല്ലതും വായിച്ചു പിടിച്ച് തിന്നണ്ടടി. അങ്ങനെ രുചി പിടിക്കണ്ട. ഇത്രയും നാളും തിന്നോണ്ടിരുന്നത് രാധ വെച്ച് വിളമ്പിയതല്ലോ. നീ എന്തൊന്നും പറയാത്തെ? മനസ്സിൽ എന്താന്ന് വെച്ചാ പറയേ. ഒന്നുമില്ല, 2-3 കൊല്ലം കൂടി കഴിഞ്ഞിട്ട്. അവനിപ്പോ പ്രായം എന്തായെന്ന വിചാരം? എത്ര നാളെന്ന് വെച്ചാ അവൻ കാത്തിരിക്ക? അവന് മനസ്സിലാക്കണ്ട നീ. അതിന് നീ കരയണ എന്തിനാ? പാപ്പേച്ചിക്ക് മനസ്സിലാവും. എത്ര അടുപ്പുണ്ടെങ്കിലും കല്യാണം എന്നൊക്കെ പറയുമ്പോ ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാവും പേടി. നിന്നെ അവൻ പൊന്നുപോലെ നോക്കിയോളും. ഇങ്ങനെ കരയാൻ അവൻ ഒരിക്കലും ഇടവരുത്തില്ല. എന്തേ കരയാവള്? ഹേയ്, എന്റെ പത്മിനി വെറുതെ അവളെ എന്തിനാ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുന്നേ? കല്യാണം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ ഇഷ്ടാ. അതിനവൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. ആ, ഞാൻ കാലിക്കറ്റ് പോയിട്ട് ചിലപ്പോ ഒരു ഇത്തിരി ലേറ്റ് ആവും. ആ കോൺട്രാക്ട് ഒന്ന് കണ്ടിട്ട് വരൂ. രാധേ, രാധേ, അപ്പേച്ചി കിടന്നു. 10 മണി വരെ കാത്തു. ആ വെള്ളം തന്നെ. നിന്റെ കൈ കൊണ്ട് തന്നിട്ടാന്ന് തോന്നുന്നു. നല്ല മധുരം. നിനക്കെന്താടി ഒരു വിഷാദം? നിനക്കിഷ്ടമില്ലെങ്കിൽ അവന് കെട്ടുമെന്ന് വേണ്ടിട്ടോ. ശരിക്കും പറഞ്ഞ ഒരു ചേർച്ചയില്ല. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാവും. നീ
വിഷമിക്കൊന്നും വേണ്ട. അവൻ പോട്ടടി. ഈ ചന്ദ്രേട്ടനുള്ളിടത്തോളം കാലം നിനക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. രാജകുമാരിയെ പോലെ നിനക്ക് ഇവിടെ ജീവിക്കാം. ചന്ദ്രേട്ടൻ പോയി കുളിച്ച് ഊണ് കഴിക്കാൻ നോക്ക്. ഞാനുണ്ട്. ഇനി ഒന്ന് കിടന്നാ മതി. ലൈറ്റ് ഓഫ് ആക്കണ്ട. ഇനിയിപ്പോ നീ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? വാ, നമുക്ക് കിടക്കാം. ചന്ദ്രേട്ടാ ഇനി ഞാൻ പറഞ്ഞില്ലേ, ഉച്ചയ്ക്ക് നന്നായിട്ട് നോക്കും ചന്ദ്രേട്ടൻ. കാണാൻ പറ്റില്ലേ? നീ അത്ര ശരിയാവുന്ന അറിയണ്ട. എന്നെ കണ്ടവള് വല്ലാതെ പേടിച്ചു, പാവം. ആ, പെരവണി അടുത്ത ആഴ്ച തുടങ്ങാൻ കേട്ടോ. ഞാനൊന്ന് കുളിക്കട്ടെ, വല്ലാത്ത വിശപ്പ്. അതിനും മാത്രം ഇവിടെ എന്താ ഉണ്ടായ പത്മിനി ഇപ്പോ? ദേ, നമ്മൾ വെറുതെ സംസാരിച്ച് വഷളാക്കണ്ട. ഒന്നും ഉണ്ടായിട്ടില്ല, സമ്മതിക്കണു. പോരെ? പിന്നെ എന്തിനാ അവളെ ഇപ്പൊ പറഞ്ഞേക്കണേ? അവൾക്ക് പോണം. 20,000 രൂപയും 10 പവന്റെ ആഭരണവും ഞാൻ കൊടുക്കുന്നുണ്ട്. ഭയങ്കര ക്രൂരത നീ കാട്ടണേ. രാജി എന്തിനാ കരയണ? രാജി കരയണ്ട. കുട്ടികളെ വിഷമിപ്പിക്കാതെ അവരെ ഒരുക്കി സ്കൂളിൽ വിട. വരുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. മോളെ, പപ്പേച്ചയുടെ ജീവിതം മാത്രമല്ല, എന്റെ ജീവിതവും നശിക്കരുത്. അതുകൊണ്ടാ പപ്പേച്ച രാജി കുളിപ്പിച്ച് സ്കൂളിൽ കൊണ്ടാക്കാം. അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു. ഞങ്ങൾ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവില്ല. ചന്ദ്രേട്ടന്റെ വീട്ടിലും എന്റെ ഏട്ടന്റെ അടുത്തും പിന്നെ ചില ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഒന്ന് പോണം. ഇത്ര നാളും അതൊന്നും പറ്റിയില്ല. അതുകൊണ്ട് രാധ കുറച്ചു ദിവസം എന്റെ വീട്ടിലൊന്ന് നിൽക്കട്ടെ. അത് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു മണവാട്ടിയായിട്ട് കൊണ്ടുപോകണമെന്ന് ആശ. അത് സാരമില്ല. നാളെയോ മറ്റന്നാളോ എന്നു വെച്ചാൽ ആ ചടങ്ങ് അങ്ങോട്ട് നടത്തുക. പൊന്നും ഡ്രസ്സും കാശൊക്കെ അവളുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണുള്ളൂ. അങ്ങനെ അടാപിടിയെന്ന് കൂട്ടുകാർക്കും അയൽക്കാർക്കൊക്കെ ഒരല്ല ചോറ് കൊടുത്ത് ഒരു പന്തലൊക്കെ ഇട്ട് ഒരു കല്യാണമായിട്ട് നടത്തണമെന്നുണ്ട്. ഞാൻ അങ്ങനെ മതി. അതുവരെ അവൾ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്ക് പോവാണ്ടിരിക്കാൻ വയ്യ. അല്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛന്റെ കൂടെ. വേണ്ട പത്നി ചേച്ചി, അത് വേണ്ട. ഞാൻ കൊണ്ടുവയ്ക്കോളാം അവളെ. ആ, അത് തന്നെയാ നല്ലത്. കല്യാണം ഒട്ടും വൈകിക്കണ്ട. എന്താവശ്യത്തിനും എന്റെ സഹായം ഉണ്ടാവും. നീ വിഷമിക്കൊന്നും വേണ്ട. മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഞാൻ വന്നോട്ടെ പപ്പച്ചി.